YLP ട്രസ്റ്റിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച ഹാളുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 450 പേർക്ക് ഇരിക്കാവുന്ന AC ഹാൾ, 140 പേർക്ക് ഇരിക്കാവുന്ന കസേരകളും മേശകളുമുള്ള ഡൈനിങ് ഹാൾ, നവീകരിച്ച വിശ്രമ മുറികൾ, പാചക ആവശ്യത്തിന് എല്ലാ സംവിധാനങ്ങളോടും കൂടിയ അടുക്കള, പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും പരിസ്ഥിതി സൗഹൃദ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ലഭ്യമാണ്. വിവാഹ ചടങ്ങുകൾക്കുള്ള പൂജാപാത്രങ്ങൾ, വിവാഹ ഹാളിലും ഡൈനിങ് ഹാളിലും ചടങ്ങ് കാണുന്നതിനുള്ള സ്ക്രീൻ സംവിധാനം, 75 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം, സ്റ്റാൻഡ് ബൈ ജനറേറ്റർ, താഴത്തെ നിലയിൽ AC ഇല്ലാത്ത സൗകര്യവും ലഭ്യമാണ്. അലങ്കാരം, ഫോട്ടോഗ്രാഫി, കാറ്ററിംഗ്, ശബ്ദ വെളിച്ച സംവിധാനം എന്നിവ ഉപഭോക്താവിന്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. KJ മാക്സി MLAയുടെ സ്നേഹാമൃതം പ്രഭാത ഭക്ഷണ പദ്ധതി 7ാം വർഷത്തിലേക്ക്. ഫോർട്ട് കൊച്ചി സെൻട്രൽ കൽവത്തി LP സ്കൂളിൽ മേയർ M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KJ മാക്സി MLAയുടെ സ്നേഹാമൃതം പ്രഭാത ഭക്ഷണം പദ്ധതി 7ാം വർഷത്തിലേക്ക്. പദ്ധതിയുടെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഫോർട്ട് കൊച്ചി സർക്കാർ LP സെൻട്രൽ കൽവത്തി സ്കൂളിൽ വെച്ച് നിർവഹിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി നമ്മൾ ഇതിനു മുമ്പ് കോർപ്പറേഷൻ നേരിട്ട് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നടത്തി. ഇടയ്ക്ക് സംസ്ഥാന സർക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർത്തി വെക്കേണ്ടി വന്നു. നമ്മുടെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി, ഞാൻ ഉച്ചക്കഞ്ഞി കഴിച്ചിട്ടില്ല, മാക്സി ഉച്ചക്കഞ്ഞിയാണ് മാക്സിയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. മാക്സി ചെറിയൊരാളായിരുന്നു, ഉച്ചക്കഞ്ഞി കഴിച്ചാണ് മാക്സി ഭയങ്കര വന്നു. അങ്ങനെയാണ് മാക്സി എന്നോട് പറഞ്ഞത്, എനിക്കറിയില്ല. ഞാൻ ഉച്ചക്കഞ്ഞി കഴിക്കാത്തതുകൊണ്ടാണ് മേയർ ഇങ്ങനെ ചെറുതായി പോയതെന്നാണ്. സീനത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, മലയാളത്തിൽ ഇത് പറയുമ്പോ കറക്റ്റ് ആയില്ലേ. അപ്പോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പല കുട്ടികളും KJ മാക്സി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അന്ന് BPCL ഞങ്ങളെ ചെന്ന് മണ്ഡലത്തിന്റെ വികസന ആവശ്യങ്ങൾക്കായി ഫണ്ട് ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ CEO ആയിരുന്ന പ്രസാദ് പണിക്കരും ജോൺ തോമസുമാണെങ്കിലും നിർദ്ദേശം പറഞ്ഞു. അത് പറഞ്ഞാൽ വളരെ സന്തോഷമായി. 2017 മുതലാണ് നമ്മളിത് ആരംഭിക്കുന്നത്. കോവിഡ് കാലത്ത് ഒരു വർഷക്കാലം നമ്മൾ നിർത്തിവെക്കുകയുണ്ടായി. കൊച്ചി മണ്ഡലത്തിലെ 42 സ്കൂളുകളിലായി സ്നേഹാമൃതം പദ്ധതി 2016 മുതൽ നടപ്പിലാക്കി വരികയാണ്. കൊച്ചി നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് സൗജന്യ പ്രഭാത ഭക്ഷണം നൽകുന്നത്. BPCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ M. ശങ്കർ, ജനറൽ മാനേജർ ജോർജ് തോമസ്, CSR ആൻഡ് PR മാനേജർ വിനീത് എന്നിവർ മുഖ്യാതിഥികളായി. CPIM കൊച്ചി ഏരിയ സെക്രട്ടറി PS രാജം, ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ്, കൗൺസിലർ ഷീബാലാൽ, കൽവത്തി സ്കൂളിലെ പ്രധാനാധ്യാപിക ബാർബര സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് ആഷിഖ് KN, TK ഷിബു എന്നിവർ സംസാരിച്ചു. 2014 തുടക്കം കുറിച്ച അക്ഷരദീപം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കുന്നതോടൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികളെ വർഷാവർഷം അവാർഡുകൾ നൽകി അനുമോദിക്കാറുമുണ്ട്. അക്ഷരദീപം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ മറ്റൊരു സുപ്രധാന പദ്ധതിയാണ് സ്നേഹാമൃതം പ്രഭാത ഭക്ഷണ പദ്ധതി. കൊച്ചി നിയോജക മണ്ഡലത്തിലെ സർക്കാർ ഏരിയ സ്കൂളിൽ പഠിക്കുന്ന പ്രീ പ്രൈമറി മുതൽ 4ാം തരം വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ പ്രഭാത ഭക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. ഭാരത് പെട്രോളിയം കമ്പനി ലിമിറ്റഡ് കൊച്ചിയുടെ CSR പിന്തുണയോടെയാണ് കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ പദ്ധതി നടപ്പാക്കി വരുന്നത്. പദ്ധതിയുടെ സുഗമവും സുതാര്യവുമായ നടത്തിപ്പിന് വേണ്ടി അധ്യാപക രക്ഷാകർതൃ സമൂഹത്തിന്റെ സഹകരണവും ഉറപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.